നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാരെ കുറിച്ചാണ്. മിഥുനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റങ്ങൾ കൊണ്ട് എന്തൊക്കെ ഗുണദോഷങ്ങൾ ഉണ്ടാവും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇവർക്ക് വരുന്നത് 12ാം ഭാവത്തിലേക്കാണ് വ്യാഴൻ വരുന്നത്, ഇടവം രാശിയിലേക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്നത് ഇവരുടെ ജാതകപ്രകാരം അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് 7ാം ഭാവാധിപനും അതേപോലെ തന്നെ 10ാം ഭാവാധിപനുമായിട്ടും 2ാം ഭാവത്തിലേക്ക് ഉച്ചം കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ഒരു വ്യാഴം എന്ന് പറയുന്നത്. പൊതുവെ നമുക്കിവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ വ്യാഴം രാശിക്കാർക്ക് ഈ പൊതുവെ ഈ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ കാണുന്നു. നിങ്ങളുടെ ഈ വ്യാഴം നിങ്ങളുടെ രാശിക്ക് അത്ര സൗഹൃദമല്ല. വ്യാഴം സ്വന്തം രാശി ഉപേക്ഷിച്ചിട്ട് അതേപോലെ തന്നെ നിങ്ങളുടെ 12ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുകയും അതേപോലെ തന്നെ നമുക്ക് ഈ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചിലവുകൾ ജാസ്തിയാവുകയും അതേപോലെ തന്നെ അപവാദങ്ങൾ കേൾക്കുകയും ചെയ്യും. അവയുടെ ഫലത്താൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം മോശമായിരിക്കാവുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയുന്നു. ഈ സമയത്ത് ഒരു ജോലിയിലോ ബിസിനസ്സിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കാവുന്ന ഒരു യോഗം ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകുവാനുള്ള സാധ്യതകൾ കാണുന്നു. നിങ്ങളുടെ എതിരാളികൾ കാരണം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടി പറയാം. എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെ ശുഭഫലത്താൽ അവയെ മറികടക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പ്രതിവിധിയായിട്ട് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദാമ്പത്യ കലഹങ്ങൾ വരാനും അതേപോലെ തന്നെ ദാമ്പത്യത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളിലൂടെ അത് ഒരുപാട് സങ്കടങ്ങൾ വയ്ക്കുവാനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സ് വ്യാകുലപ്പെടേണ്ടതായ ഒരു സാധ്യതയായിട്ടാണ് നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. സന്താനപരമായിട്ട് നോക്കുകയാണെങ്കിൽ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടതായ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ ഉടനടി അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് എടുക്കുവാനും ഉള്ള ഒരു അവസരങ്ങൾ വന്നു ചേരും. എങ്കിലും ഈ 12ൽ നിൽക്കുന്ന വ്യാഴൻ നമുക്ക് റാങ്കോ അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് എടുക്കാനുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുക. അതിന് നമുക്ക് വിദ്യാരാജഗോപാല യന്ത്രങ്ങളും അതേപോലെ തന്നെ സാരസകൃതം നെയ്യും വിദ്യാഗോപാല മന്ത്രം ജപിച്ചിട്ട് സേവിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ളൊരു പരിഹാരമാണ് എന്നുള്ളത് എടുത്തു പറയാം. രണ്ടാമത്തെ കാര്യം, പഠനം പൂർത്തീകരിച്ച് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ നല്ല കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എക്സാം എഴുതി നിൽക്കുന്നവർക്കും വളരെ വിജയം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെ. അതേപോലെ നമുക്കിതിൽ പറയാനുള്ളത് വിദേശങ്ങളിലേക്ക് പഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. വിവാഹത്തിന് തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കുവാനുള്ള യോഗങ്ങൾ കൂടി ഇതിൽ ഉണ്ട്. ബിസിനസ്സിൽ തോൽവി അടഞ്ഞവർക്ക് അതിലെ കൂട്ട് ബിസിനസ്സുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടി പറയുന്നു. അങ്ങനെ ചെയ്താൽ വീണ്ടും തോൽവിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നു. ധനപരമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നു ചേരാം. അപ്പോൾ ചിലവുകൾ ചുരുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. കഷ്ടതകളൊക്കെ മാറിക്കിട്ടിയത് നിങ്ങൾക്ക് അതിലൂടെ തന്നെ മുന്നേറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീട് പണി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീട് പണിക്കും വളരെ ഗുണമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. ഇപ്പോൾ കൂടുതൽ നമുക്കതിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അനുകൂലാവസ്ഥയിലേക്ക് കാണുന്നു എന്നുള്ളത് തന്നെ ഇതിലെടുത്ത് പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ഈ ഒരു വീട് സംബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയം ആവുന്നു എന്നുള്ളതും കൂടി എടുത്തു പറയാം. നിങ്ങളുടെ കുലദൈവത്തെ നിത്യവും തൊഴുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവനെ ഭജിക്കുന്നതും ഈ ദോഷകാഠിന്യത്തെ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം.